life is a gift from God. നമുക്ക് തന്നിരിക്കുന്ന ഈ കൊച്ചായുസ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമാണ്. It's totally a gift from God. സമ്പൂർണ്ണമായും ദൈവം തന്നൊരു ദാനമാണിത്. Many of us are born into this world by the grace of God. നമ്മളിൽ അനേകരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് തന്നെ ദൈവത്തിന്റെ മഹാകൃപയാണ്. He is always with us this morning. ഇന്ന് പകൽക്കാലവും ഈ നിമിഷം വരെ ദൈവം നമ്മളോട് ചേർന്ന് നടന്നു. And everything we enjoy today are also gift from the Lord. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സകലതും സമ്പൂർണ്ണമായും കടന്നു വന്ന ദൈവത്തിൽ നിന്നാണ്. ദൈവം തന്ന ദാനങ്ങളാണ്. Our life, നമ്മൾ അനുഭവിക്കുന്ന ജീവിതം, our family, നമ്മൾ കൂട്ടായ്മ പുലർത്തുന്ന കുടുംബം, the education, നമ്മൾ സ്വായത്തമാക്കിയ വിദ്യാഭ്യാസം, the job and the position we have, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ജോലിയും മറ്റു തരത്തിലുള്ള എല്ലാ സ്ഥാനമാനങ്ങളും, the possessions and the glory we share, നമ്മൾക്കുള്ള എല്ലാ തരത്തിലുള്ള നന്മകളും, all are the gifts from God. അതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങളാണെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Everything God has given us. എല്ലാം നമുക്ക് തന്നത് ദൈവമാണ്. There were smarter people than us who living in this generation. ഈ തലമുറയിൽ നമ്മളെക്കാൾ മിടുക്കരായവർ, നമ്മളെക്കാൾ തലപ്പൊക്കമുള്ളവർ ഉള്ളിടത്താണ് ദൈവം നമ്മെ ഇത്രത്തോളം മാനിച്ചത്. God led us so far this morning. ഇത്രത്തോളം ഇടറാതെ വണ്ണം ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്നു. So Bible says തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. we are the stewards of God in this world. നമ്മൾ ദൈവത്തിന്റെ കാര്യവിചാരകന്മാരാണ് എന്ന്. God has entrusted something into our hands. വിശ്വസ്തരെന്നെണ്ണി ദൈവം ചിലതൊക്കെ നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. God has entrusted his life into our hands. നമ്മുടെ ദൈവത്തിന്റെ ജീവനെ ദൈവം നമ്മിൽ ഭരമേൽപ്പിച്ചു. A family into our hands. ഈ ഭൂമിയിൽ കൂടെ ജീവിക്കുവാൻ ഒരു കുടുംബത്തെ തന്നു. A job and a position in our life. ഉപജീവനത്തിനായി ദൈവം നമുക്ക് ജോലി തന്നു, മറ്റു പലവിധ ആനുകൂല്യങ്ങളും തന്നു. And so many other things God has entrusted into our hands. അതോടൊപ്പം തന്നെ എത്രയോ കാര്യങ്ങൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചു. That's why I said we are stewards in this world. ഇതിനെല്ലാം ചേർത്തുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത്, നാം ദൈവത്തിന്റെ കാര്യവിചാരകത്വം നടത്തുന്നവരാണ്. We are stewards in this world. നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കാര്യവിചാരകന്മാരായിട്ടാണ്. After creating Adam and Eve in this world, ദൈവം ഈ ഭൂമിയിൽ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷം entrusted everything into their hands. സകലത്തെയും ദൈവം അവരുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു കൊടുത്തു. And told them, you reign over these things. എന്നിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിന്റെ മേൽ വാഴുവിൻ എന്ന്. And take care of all these things. ഈ കാര്യങ്ങളെയെല്ലാം നിങ്ങൾ നോക്കി നടത്തണമെന്ന്. They were the stewards of God to take care of this world and the things what God created. ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മേലും അവർക്ക് അധീശത്വം കൊടുത്തു, അതിനെ നോക്കി പരിപാലിക്കുവാനുള്ള കാര്യവിചാരകത്വവും കൊടുത്തു. But they were not faithful in their stewardship. പക്ഷേ ദൈവം ഏൽപ്പിച്ച ആ കാര്യവിചാരകത്വത്തിൽ അവർക്ക് അടിപതറി. They were not faithful. അവർ വിശ്വസ്തതയായിരുന്നില്ല. So if you study the word of God, നമ്മൾ തിരുവെഴുത്തിനെ വളരെ അടുത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ there are 3 types of stewards mentioned in the Bible. തിരുവെഴുത്തിൽ 3 തരത്തിലുള്ള കാര്യവിചാരകത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. All the mankind in this world can be divided into these 3 categories. ഈ പറയുന്ന 3 കാര്യവിചാരകത്വത്തിന്റെ കള്ളികൾക്കുള്ളിൽ ഒതുക്കാവുന്നതാണ് സകല മനുഷ്യരെയും. So number 1, അതിലൊന്നാമത്തേത് unjust steward. കാരണം അനീതിയുള്ള കാര്യവിചാരകൻ. In the Gospel of Luke chapter 16 verses 1 to 13 we read about this unjust steward. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അനീതിയുള്ള കാര്യവിചാരകൻ. Why he is called as an unjust steward? എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ തിരുവെഴുത്ത് അനീതിയുള്ള കാര്യവിചാരകൻ എന്ന് അഭിസംബോധന ചെയ്തത്? He didn't manage the things what God his master has given into his hands in the proper manner. യജമാനൻ തന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ യജമാനന്റെ ഹിതത്തിനൊത്തവണ്ണം നേരാവണ്ണം ആ ഭൃത്യൻ ചെയ്തെടുത്തില്ല. He was an unfaithful unjust steward. അതുകൊണ്ട് തന്നെ തന്നെ കാര്യവിചാരമേൽപ്പിച്ച കാര്യങ്ങളിൽ അനീതിയോടെ അത് കൈകാര്യം ചെയ്തു. And in the Gospel of Luke chapter 12 verse 42 through 48 you can read about another type of stewards. അതേ സമയം തന്നെ ലൂക്കോസ് എഴുതിയ
സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 42 തൊട്ട് 48 വരെ മറ്റൊരു സ്വഭാവമുള്ള കാര്യവിചാരകനെ നമ്മൾ They പരിചയപ്പെടുന്നുണ്ട്. are called the faithful steward. വളരെ കൃത്യമായി തന്നെ ആ വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത് വിശ്വസ്തനായ കാര്യദാസൻ എന്നാണ്. Faithful steward. വിശ്വസ്തനായ കാര്യസ്ഥൻ. In the Gospel of Matthew chapter 25, മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ in 14 to 30 verses, 14 മുതൽ 30 വരെയുള്ള there വാക്യങ്ങളിൽ is another types of stewards mentioned over there. അവിടെ മറ്റു തരത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യവിചാരകനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. Evil and lazy stewards. ദുഷ്ടൻ, അലസനും മടിയനുമായ ദാസൻ. So this morning, as God has entrusted certain things into our hands, we all know that God has given something into our hands. ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരെയും ദൈവം ചെറുതോ വലുതോ ആയ പലതും ഭരമേൽപ്പിച്ചിട്ടുണ്ട്. How did we handle every day? ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? Were we an unjust steward? ദൈവം തന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ അനീതി പ്രവർത്തിച്ചവരായിരുന്നുവോ? Or an evil and lazy steward in the Ado- days, in the time that God has given? ദൈവം നമുക്ക് തന്ന സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ അനീതിയുള്ള ദുഷ്ടതയുള്ള അലസന്മാരായ മടിയന്മാരായ കാര്യദാസകന്മാരായിരുന്നുവോ? God has given money into our hands. ദൈവം വിശ്വസ്തരെന്നെണ്ണി സാമ്പത്തികം നമ്മെ ഭരമേൽപ്പിച്ചു. God has given health into our hands. നല്ല ആരോഗ്യം ദൈവം തന്നു മാനിച്ചു. God has given opportunities into our life. ഒന്നിനു പിറകെ ഒന്നായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി അവസരങ്ങൾ തന്നു. How did we use all these opportunities in our life? ഈ പറയുന്ന അവസരങ്ങളെയെല്ലാം നമ്മൾ എപ്രകാരമാണ് വിനിയോഗിച്ചത്? How did we use the money that God gave into our hands? ദൈവം വിശ്വസ്തരെന്നെണ്ണി ഭരമേൽപ്പിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ എപ്രകാരം ക്രയവിക്രയം ചെയ്തു? How did we use the time that God has given to us? ദൈവം പകുത്തു തന്ന സമയത്തെ നമ്മൾ എപ്രകാരം വിനിയോഗിച്ചു? Know how much time we use for the kingdom work? ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ എപ്രകാരം How വിനിയോഗിച്ചു? much time we spend in prayer? പ്രാർത്ഥനയിൽ നമ്മൾ എത്ര നാളുകൾ എത്ര സമയം How വിനിയോഗിച്ചു? much time we spend studying the word of God? തിരുവെഴുത്തിനെ ധ്യാനിക്കുവാനായി നമ്മൾ എത്ര സമയം മാറ്റിവെച്ചു? You have utilized your time faithfully. നീ നിന്റെ സമയം, നിനക്ക് തന്ന സമയം നീ വിശ്വസ്തയോടെ വിനിയോഗിച്ചു. You have used the talents that I have given you very faithfully. നിനക്ക് ഞാൻ തന്ന നൈപുണ്യങ്ങളെ നീ സമയോചിതമായി വിനിയോഗിച്ചു. You have used your education faithfully. നിനക്ക് തന്ന വിദ്യാഭ്യാസത്തെ നീ സമയോചിതമായി വിനിയോഗിച്ചു. So among these three types of stewards, നമ്മൾ ഈ പറയപ്പെട്ട 3 തരത്തിലുള്ള കാര്യവിചാരകന്മാരും, the first is unjust steward. അതിലാദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് അനീതിയുള്ള കാര്യസ്ഥനെയാണ്. What did he do? Everything what he got. തനിക്ക് ലഭിച്ചതിൽ ആ കാര്യസ്ഥൻ എപ്രകാരമാണ് പ്രവർത്തിച്ചത്? He misused the funds of the master യജമാനന്റെ സ്വത്തുവകകളെ അവൻ ദുർവിനിയോഗം ചെയ്തു. and started to torture the fellow beings. തനിക്ക് ലഭിച്ച ആ നന്മകളെ കൊണ്ട്, അധികാരങ്ങളെ കൊണ്ട് സമശിഷ്ടങ്ങളെ അവൻ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. Stewardship is a position that God has given to everybody. എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നാണ് കാര്യവിചാരകത്വം. Before they entrust the stewardship into someone, ചിലരുടെ കരങ്ങളിലേക്ക് ദൈവം കാര്യവിചാരകത്വം ഭരമേൽപ്പിക്കുന്നതിന് മുൻപേ the master thinks that he will be faithful in those things. യജമാനന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് താൻ ഏൽപ്പിച്ചതിൽ തന്റെ ദാസൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. He will be a blessing to the rest of the people. മറ്റുള്ളവർക്ക് അവൻ ഒരു തണുപ്പായിരിക്കണം, He will ആശ്വാസമായിരുന്നിരിക്കണം. be a profitable to the master. യജമാനനെ ലാഭമുണ്ടാക്കുന്നവനായിരിക്കണം. But this unjust steward operated the just opposite way. പക്ഷേ ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന അനീതിയുള്ള കാര്യസ്ഥൻ യജമാനന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തിന് നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത്. He used his position to torment and torture to the other people. തന്റെ സ്ഥാനം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരേണ്ടുന്ന ഇടത്ത് അവൻ അവരെ ഉപദ്രവിച്ചു. തണുപ്പായി തീരേണ്ടുന്നിടത്ത് അവൻ അവരെ വല്ലാതെ പകച്ചു. The second type of person is faithful stewards of God. രണ്ടാമത്തേതായി നമ്മൾ പരിചയപ്പെടുന്നത് വിശ്വസ്തനായ കാര്യസ്ഥനാണ്. Knowing the vision, the dream and the passion and the desire of the master. യജമാനന്റെ ഹൃദയത്തിന്റെ ഉൾത്തുടിപ്പുകളെ അറിഞ്ഞ് യജമാനന്റെ ലക്ഷ്യങ്ങളെ, യജമാനന്റെ ദർശനത്തെ, യജമാനന്റെ എല്ലാത്തിനെയും സമഗ്രമായി ഉൾക്കൊള്ളുന്നവൻ.
he was interested in making profit to the master. എല്ലായ്പ്പോഴും യജമാനന് പ്രയോജനപ്രദമാകുവാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തിയവൻ, And to be faithful to his fellow beings. തന്നോട് കൂടെ സഹകരിക്കുന്നവർക്കും വിശ്വസ്തയോടെ കാര്യവിചാരകത്വം The നടത്തി. master was pleased in his life. എല്ലാ അർത്ഥത്തിലും തന്റെ ദാസന്റെ ജീവിതത്തിൽ യജമാനൻ പ്രസാദിച്ചു. And trusted to invest more in his life. അല്പത്തിൽ വിശ്വസ്തത കാണിച്ച തന്റെ ദാസന്റെ മേൽ അധികത്തിന് അവനെ വിചാരകനാക്കി. Oh, he is a faithful servant of God. എല്ലാ അർത്ഥത്തിലും ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചവൻ. And the last one is അവസാനത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് evil and lazy steward. ദുഷ്ടനും മടിയനുമായ കാര്യസ്ഥൻ. Always complaining about his master. എല്ലായ്പ്പോഴും അവന് തന്റെ യജമാനനെ കുറിച്ച് പിറുപിറുപ്പേയുള്ളൂ. Never using the opportunities God has given to him. ദൈവം അവന് കൊടുത്ത അവസരങ്ങളൊന്നും അവൻ തക്കത്തിൽ വിനിയോഗിച്ചില്ല. Always complaining about the master. എല്ലായ്പ്പോഴും യജമാനന്റെ നേരെ അവന് വിരൽ ചൂണ്ടാനേ He സമയമുണ്ടായിരുന്നുള്ളൂ. gave a wrong picture about his master to the world. ലോകത്തിന് അവന് പകർന്നു കൊടുക്കാനുള്ള തന്റെ യജമാനനെ കുറിച്ചുള്ള ഒരു തെറ്റായ ചിത്രമായിരുന്നു. My master is a wicked master. എന്റെ യജമാനൻ എന്ന് പറയുന്നത് ദുഷ്ടനായ ഒരുത്തനാണ്. He demands many things from me. പലതും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന നിഷ്ഠൂരൻ. He shows partiality between the people. കാരണം ജനങ്ങൾക്കിടയിൽ മുഖപക്ഷം കാണിക്കുന്ന ഒരു പക്ഷവാദി. Always giving a wrong picture about his master. എല്ലായ്പ്പോഴും തന്റെ യജമാനനെ കുറിച്ച് തന്റെ കേൾവിക്കാർക്ക് പകർന്നു കൊടുക്കാനുള്ള തെറ്റായ ഒരു ചിത്രം. He was never grateful to his master for choosing himself a steward of his master's wealth. യജമാനന്റെ സമ്പത്തിന് കാര്യവിചാരകത്വത്തിലേക്ക് തന്നെ വിളിച്ച യജമാനന്റെ ഹൃദയ വിശാലതയെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ. He was never happy with his master. തന്റെ യജമാനന്റെ പ്രവൃത്തിയിൽ അല്പം പോലും സന്തോഷിക്കാത്തവൻ. There are 3 types of stewards in this world. ഈ ലോകത്തിൽ ഈ 3 തരത്തിലുള്ള കാര്യവിചാരകന്മാരുണ്ട്. In which group we will fall into? നമ്മൾ ഓരോരുത്തരും സ്വയം ചോദന ചെയ്യണം. ഈ 3 കള്ളികളിൽ എവിടെയാണ് നമ്മൾ നിലയുറപ്പിക്കുന്നത്? Will the master call me as a faithful steward? എന്റെ ജീവിതത്തിന്റെ എല്ലാത്തിനെയും നോക്കിക്കൊണ്ട് കർത്താവിനെ വിളിക്കാൻ കഴിയുമോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്? Will he call me as an unjust steward? എന്റെ പ്രവർത്തികളെ കണ്ട് ദൈവം എന്നെ നോക്കി പറയുമോ അനീതിയുള്ള കാര്യസ്ഥൻ എന്ന്? Or will he call me a evil and lazy steward? ദൈവമേൽപ്പിച്ചതിനെ അതിന്റെ ഗൗരവത്തോടെ പരിഗണിക്കാതെ ദുഷ്ടനും മടിയനുമായവനെ എന്ന് എന്നെ നോക്കി വിളിക്കും. Spend some time in prayer. പ്രാർത്ഥനയോടെ അല്പസമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുക. Spend some time alone with God. ദൈവവുമായി മാത്രം സമയം ചെലവഴിക്കുക. Make your mind so plain. ഒട്ടും മുൻവിധികൾ കൂടാതെ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുക. Ask before the Lord. എന്നിട്ട് കർത്താവിനോട് യാചിക്കുക. Lord, how did I use the opportunities you has given to me? കർത്താവേ, അങ്ങ് വിശ്വസ്തനെന്ന് എണ്ണി മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് തന്ന അവസരങ്ങളെ ഞാൻ എപ്രകാരം വിനിയോഗിച്ചു? How much time you spent for the kingdom of God? ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അങ്ങ് എനിക്ക് പകുത്തു തന്ന സമയത്തെ ഞാൻ എത്രത്തോളം How വിനിയോഗിച്ചു? much time I spent studying your word? കർത്താവേ, തിരുവചനത്തെ ധ്യാനിക്കുവാനായി ഞാൻ എത്ര ദിനരാത്രങ്ങൾ മാറ്റിവെച്ചു? How much time I used myself to prepare myself for the kingdom work and to be raptured, to be raptured. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊള്ളാകുന്നവനാക്കി തീർക്കേണ്ടതിന് വേണ്ടി എന്റെ ജീവിതത്തിന്റെ അരികും മുക്കും മൂലയും ഞാൻ എത്രത്തോളം വെടുപ്പാക്കി ആ മഹാസമ്മേളനത്തിൽ എടുക്കപ്പെടേണ്ടുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ എത്രത്തോളം ക്രമപ്പെടുത്തി? How much I am closer to the nature of God? ദൈവത്തിന്റെ പരിശുദ്ധ സ്വരൂപത്തോട് ഞാൻ എത്രത്തോളം അനുരൂപപ്പെട്ടു? How much I have acquired from the Lord? കർത്താവിൽ നിന്നും ഞാൻ എത്രത്തോളം പ്രാപിച്ചു? Am I a faithful servant of God? ലഭിച്ചതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ കർത്താവേ, അങ്ങേക്ക് എന്നെ വിശ്വസ്തനെന്ന് എണ്ണുവാൻ കഴിയുമോ? Or am I an idle and evil servant of God? അതോ ലഭിച്ചതിനെ എല്ലാം വൃഥാവിലാക്കി കളഞ്ഞ ദുഷ്ടനും മടിയനുമായ ദാസന്റെ ഗണത്തിൽപ്പെടുത്തുമോ? Complaining, എല്ലായ്പ്പോഴും പരാതി മാത്രം. being arrogant for what he didn't do for me. അവൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് രക്തത്തിൽ ധിക്കാരം കലർന്ന മനോഭാവം. Dear brothers and dear sisters, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, as we close this year, നാം ഈ ആണ്ട് അവസാനിപ്പിക്കുമ്പോൾ let's be grateful to the Lord. നമ്മെ നടത്തിയ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. Let's be grateful to the Lord. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. Let's be a faithful servant of God. ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ ദാസി എന്ന വിളിക്കർഹരായി തീരാം. Let him call us my faithful servant. നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന് വിളിക്കാൻ പറ്റണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്ന്. One day God called David like this. ഒരിക്കൽ തന്റെ ശുശ്രൂഷ കാലയളവിൽ
ദൈവം ദാവീദിനെ നോക്കി പ്രകാരം പറഞ്ഞു, a man after my own heart. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. So many failures we see in his life. തൻ്റെ ജീവിതത്തെ ഒന്ന് കടഞ്ഞെടുക്കുകയാണെങ്കിൽ വീണുപോയ സന്ദർഭങ്ങൾ നിരവധിയായിരുന്നു. Sometimes God did not allow him to do some good things for God. അവൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രം, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം ദൈവം ആഗ്രഹിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ അവനെ കൊണ്ട് ദൈവം ചെയ്തെടുത്തില്ല. He wanted to do some good things for the kingdom of God, for God. ദൈവത്തിന് വേണ്ടി, യാക്കോബിന്റെ വല്ലഭന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആത്മാർത്ഥമായി ദാവീദ് ആഗ്രഹിച്ചിരുന്നു. But God forbid him, don't do that. പക്ഷേ തന്നിലൂടെ അത്തരം കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. And after his death, many years, when the New Testament writer writes about David, അതിനു ശേഷം എത്രയോ നീണ്ട കാലയളവുകൾക്ക് ശേഷം പുതിയ നിയമ എഴുത്തുകാരൻ ദാവീദിനെ കുറിച്ച് പരാമർശിച്ചു വെച്ചു. he was a man after God's own heart. ദൈവത്തിന്റെ ഹിതപ്രകാരം തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനെന്ന്. That's a testimony we have to hear from the Lord. അതാണ് നാം ദൈവത്തിൽ നിന്നും കേൾക്കേണ്ടുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. A man after my own heart. എൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. Shall we stand in the presence of God? ദൈവത്തിന്റെ സന്നിധാനം എഴുന്നേറ്റ് നിൽക്കാമോ? As we close this year, നാം ഈ ആണ്ടിന്റെ ഏറെക്കുറെ പരിസമാപ്തിയിലോട്ട് അടുക്കുമ്പോൾ let's examine our own life. നമ്മുടെ സ്വന്തം ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. What will he say about me? ഈ ഒരു വർഷത്തെ ജീവിതത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് എന്നെ ദൈവം എന്ത് പേര് ചൊല്ലിയാണ് വിളിക്കുക? What will be his assessment about my life? എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള അവിടുത്തെ കാഴ്ചപ്പാട് എന്തായിരിക്കും? The Holy Spirit will reveal it to you. എന്തായിരിക്കും എന്നുള്ളത് മറപൊരുളില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. Holy Spirit will reveal to us. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ് ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മളുടെ പ്രവൃത്തിയെ മൊത്തത്തിൽ സ്വാംശീകരിച്ച് നമ്മളോട് സാക്ഷ്യം പറയും. And help us to correct it. എവിടെയെങ്കിലും നമ്മൾ ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചത് തിരുത്തുക. And reconcile our life with God. ഒരിക്കൽ കൂടി ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. And walk closer with him. ഇന്നലെ വരെ നടന്നതിനേക്കാളും അടുപ്പത്തിൽ ദൈവത്തോട് പറ്റിയിരിക്കുക. Father, we just thank you for this time. പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ചു തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. Many times we have become unprofitable servants. എത്രയോ തവണ പ്രയോജനമില്ലാത്ത ദാസന്മാരായി ഞങ്ങൾ തീർന്നിട്ടുണ്ടപ്പാ. You had great expectation about us. ഞങ്ങളെ അങ്ങ് വിളിച്ചപ്പോൾ, കണ്ടപ്പോൾ എത്രയോ പ്രതീക്ഷ ഞങ്ങളെക്കുറിച്ച് അങ്ങേക്കുണ്ടായിരുന്നു. You had great expectation on extending our days. ആ ഒരു പ്രതീക്ഷയുടെ പൂർത്തീകരണമായി ഞങ്ങളുടെ ആയുഷ്കാലത്തെ അങ്ങ് ദീർഘമാക്കി തന്നു. You provided many blessings into our life. എത്രയോ അനുഗ്രഹങ്ങൾ അർഹതയില്ലാതിരുന്നിട്ടും അങ്ങ് ഞങ്ങൾക്ക് തന്നു. But many times we were unfaithful. പക്ഷേ നിരവധി സന്ദർഭങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അവിശ്വസ്തരായിരുന്നു, unprofitable. അങ്ങേക്ക് പ്രയോജനം വരുത്താത്തവരായി തീർന്നു. We walked our own way. ഞങ്ങളുടെ സ്വന്തം ഹിതത്തിനൊത്തവണ്ണം ഞങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തി. And we tried to justify it also. ഞങ്ങളുടെ വീഴ്ചകളെയെല്ലാം ഞങ്ങളുടേതായ ന്യായീകരണങ്ങൾ കൊണ്ട് ഞങ്ങൾ നീതീകരിക്കുവാൻ പരിശ്രമിച്ചു. But we know that we have become failure. ഇന്ന് അങ്ങയുടെ ആത്മാവിൻ്റെ ശാസനത്തിന് മുമ്പിൽ ഞങ്ങൾ ഒന്നറിയുന്നു, കർത്താവേ, ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന്. We don't want to continue like that. ഇങ്ങനെ അങ്ങ് തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Holy Spirit, help us to turn back. അങ്ങയുടെ ആത്മാവേ, തിരിഞ്ഞു നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. And walk closer with you. അങ്ങയോട് ചേർന്ന് ഈ ആയുഷ്കാലം മുഴുവൻ നടന്നു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And experience your heartbeat in our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹൃദയത്തുടിപ്പ് വളരെ വ്യക്തമായി അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And hear your sweet voice. അങ്ങയുടെ ഇമ്പസ്വരം കേട്ടുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ സഹായിക്കണമേ. Lord, lead us. കർത്താവേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അങ്ങ് നടത്തുമാറാകണമേ. Draw us behind you, after you. കർത്താവേ, അങ്ങയുടെ പുറകെ തന്നെ നിഴല് പോലെ നടക്കാൻ കൃപ തരണമേ. Walk closer with us, O Lord. കർത്താവേ, ഞങ്ങളെ വിട്ടുമാറാതെ അടിയങ്ങളോട് ചേർന്ന് നടക്കണമേ. Just like you walked closer to the disciples who walked to Emmaus. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നതുപോലെ അടിയങ്ങളോടും ചേർന്ന് നടക്കണമേ. And brought them back to Jerusalem. കർത്താവേ, അവരുടെ വിളിയിലേക്ക് അങ്ങ് അവരെ മടക്കി കൊണ്ടുവന്നതുപോലെ
അടിയങ്ങളെയും അങ്ങ് മടക്കി കൊണ്ടുവരണമേ. Walk with us closer, O Lord. കർത്താവേ, വിട്ടുപിരിയാതെ ഞങ്ങളോട് ചേർന്ന് നടക്കണമേ. Speak through thy word into our hearts. കർത്താവേ, മറപൊരുളില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. Open our eyes to know you and see you. കർത്താവേ, അങ്ങയെ കാണുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. And come back from our Emmaus. കർത്താവേ, എമ്മൗസിൽ നിന്നും അങ്ങയുടെ വിളിയാലുള്ള ആശയിലേക്ക് ഞങ്ങളെ തിരികെ നടത്തണമേ. As we step into 2025. കർത്താവേ, അടുത്തൊരാണ്ടിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ may our journey start from Jerusalem. കർത്താവേ, അങ്ങയുടെ യെരുശലേമിലോട്ടും ദൃഷ്ടി വെച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. May it start from the upper room. കർത്താവേ, മാളിക മുറിയിൽ നിന്ന് ഞങ്ങളത് ആരംഭിച്ചു. Have a closer walk. കർത്താവേ, അങ്ങയോട് പറ്റിയിരുന്നു കൊണ്ട്, അങ്ങയോട് ചേർന്നിരുന്നു കൊണ്ട്, അങ്ങയെ പൊതിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ സഹായിക്കണമേ. And continue our journey as a man after your own heart. കർത്താവേ, ജീവിതത്തിൻ്റെ അവസാനത്തിൽ അങ്ങയുടെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെന്ന് സാക്ഷ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഒരു ജീവിതത്തിന് ഞങ്ങളെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കണമേ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen and amen.